അർജുൻ മടങ്ങുന്നു. കർണാടകത്തിലെ കാർവാറിലെ മോർച്ചറിയിൽ നിന്നും അർജുന്റെ മൃതദേഹവുമായുള്ള ആംബുലൻസ് യാത്ര തുടരുകയാണ്. കർണാടക പോലീസിന്റെ അകമ്പടിയോടെയാണ് യാത്ര. അർജുന്റെ കുടുംബാംഗങ്ങൾ ആയ അനുജൻ, ഒപ്പം സഹോദരിയുടെ ഭർത്താവ് എന്നിവർ അനുഗമിക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു, അതോടൊപ്പം തന്നെ അർജുന്റെ വസതിയിൽ നിന്ന് ഭവ്യ പാർവതി എന്നിവർ ആണ് ചേരുന്നത്. ആദ്യം ബൈജുവിലേക്ക്. ബൈജു, യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ബൈജു അതിനെ പിന്തുടരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു പ്രദേശത്തു കൂടിയാണോ കടന്നു വരുന്നത്? ഏത് പ്രദേശം എന്നത് വ്യക്തമാണോ? തീർച്ചയായും അഭിലാഷേ, കാർവാറിൽ നിന്നും പുറപ്പെട്ട് ഗംഗാവലി പുഴ, ആ പുഴയും കടന്ന് ഇപ്പോൾ ഹൊന്നാപൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അതായത് കൊംട്ട എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ട് പിന്നീടുള്ള സ്ഥലമാണ് ഹൊന്നാപൂർ. ഇനി കുന്താപൂരിലേക്ക് എത്തും. അതിനുശേഷം ഉടുപ്പി, മംഗളൂരു, അങ്ങനെയാണ് യാത്ര. ഏതായാലും ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ട്, 1 മണിക്കൂറിലധികം പിന്നിട്ട് ഇപ്പോൾ ഹൊന്നാപൂരിൽ എത്തിയിരിക്കുന്നു. എന്തായാലും വലിയ തോതിലുള്ള ഒരു സങ്കടകരമായ കാഴ്ച തന്നെയാണ് അവിടെ കണ്ടത്. വലിയ തോതിലുള്ള ഒരു യാത്രയപ്പ്, അവസാനമായി ആ യാത്രയപ്പ്, അതിൽ സാക്ഷികളാകാൻ ഒരുപാട് പേർ അവിടെ എത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ നമ്മുടെ വാഹനവും അർജുന്റെ വാഹനത്തിനൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. എനിക്ക് പിറകിലാണ് ഉള്ളത്. നമ്മൾ കുറച്ചുകൂടി വേഗത്തിൽ വന്ന് ഇവിടെ നിൽക്കുകയാണ്. എന്റെ പിറകിൽ തന്നെ ഇപ്പോൾ അല്പസമയത്തിനകം ആ വാഹനം നമുക്ക് ഒരുപക്ഷെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും സതീഷ് സൈൽ MLA ആ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. അതോടൊപ്പം AKM അഷറഫ് MLAയും ആ വാഹനത്തോട് അനുഗമിക്കുന്നുണ്ട്. ഇതിലും അഭിജിത്തും അതുപോലെ തന്നെ ജിതിനും അവർ AKM അഷറഫ് MLAയുടെ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്. രാവിലെ 8 മണിയോടുകൂടി ഇവിടെ അവിടെ വീട്ടിലേക്ക് എത്താമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. അതിനിടയിൽ തന്നെ 5 മണിക്ക് പുലർച്ചെ കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ നിന്നും മന്ത്രി AK ശശീന്ദ്രൻ ഇത്തരത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങും. പിന്നീട് ആ വിലാപ യാത്രയായിരിക്കും വീട്ടിലേക്ക് പോവുക. എന്നാലും വീട്ടിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്നാലും കൃത്യസമയത്ത് തന്നെ ഇവിടെ നിന്നും, കാർവാറിൽ നിന്നും മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് പുറപ്പെട്ടു. അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗംഗാവലി പുഴയുടെ തീരത്തോടെയുള്ള ദൃശ്യങ്ങളൊക്കെ കാണാം. ആ ലോറി അവിടെ റോഡരികിൽ തന്നെ കാണാം. അതും കടന്ന് ആ ആംബുലൻസ് അർജുൻ ഇപ്പോൾ കർണാടക താണ്ടി ഇനി കേരള അതിർത്തിയായ തലപ്പാടിയിലേക്ക് എത്തും. തലപ്പാടി മുതൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു യാത്രയപ്പ് തന്നെയാണ് കർണാടക ഒരുക്കിയിട്ടുള്ളത്. ഇതിനിടയിൽ തന്നെ ഈ ദുരന്തത്തിൽ മരണപ്പെട്ട കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നേരത്തെ തന്നെ കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ആ തുക 5 ലക്ഷം കാർവാർ MLA നേരിട്ട് അമ്മയ്ക്ക് നൽകുമെന്നാണ് പറഞ്ഞത്. അർജുന്റെ അമ്മയ്ക്ക് നൽകുമെന്നാണ് പറഞ്ഞത്. എന്തായാലും വൈകാരികമായ ഓരോ മുഹൂർത്തങ്ങളാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ജൂലൈ 16 മുതൽ ആരംഭിച്ച ആ ദൌത്യം, സമാനതകളില്ലാത്ത ദൌത്യം, അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. ഒടുവിൽ അർജുന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. അർജുന്റെ പ്രിയപ്പെട്ട വസ്തുക്കൾ, നമ്മുടെ യൂട്യൂബ് പ്രേക്ഷകർ അടക്കം ഉന്നയിക്കുന്ന ഒരു സംശയം, ഈ അവിടെ നിന്ന് ഇത്രയും സമയമെടുക്കുമോ ഈ കോഴിക്കോട്ടേക്ക് എത്താൻ എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ മറ്റ് ക്രമീകരണങ്ങളുടെ കൂടിയൊക്കെ ഒരു ഭാഗമായിട്ടായിരിക്കാം, അല്ലെ ഇത്തരത്തിൽ രാവിലെ അല്ലെങ്കിൽ പുലർച്ചെയൊക്കെ ആ വീട്ടിലേക്ക് എത്തുക എന്നത് പോലും ഏറെ പ്രയാസകരമാകുന്ന ഒന്നാണ്. എത്രയോ ദിവസത്തെ കാത്തിരിപ്പാണ്. പക്ഷേ അപ്പോൾ പോലും, അതായത് വളരെ സാവധാനം, ആംബുലൻസിലാണ് എങ്കിൽ പോലും വളരെ സാവധാനമാണ് വാഹനം മൂവ് ചെയ്യുന്നത് എന്നല്ലേ? തീർച്ചയായും അഭിലാഷ്, പ്രത്യേക നിർദ്ദേശം ആംബുലൻസ് ഡ്രൈവർക്ക് നൽകിയിരുന്നു. 50 സ്പീഡിൽ മാത്രം പോയാൽ മതിയെന്ന ഒരു നിർദ്ദേശം. ഇവിടെ 5 ടോളുകളുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഈ വാഹനത്തെ അനുഗമിക്കുന്നത് കൊണ്ട് തന്നെ 50 സ്പീഡ് വേഗതയിൽ തന്നെയാണ് ആംബുലൻസ് യാത്ര തുടരുന്നത്. ഇതിൽ 6 മണിക്കൂറാണ് നമുക്ക് തലപ്പാടി അതിർത്തിയിലേക്ക് വരുന്നത്. ഈ വാഹനം പുറപ്പെട്ടത് ശിരൂരിൽ നിന്നല്ല, ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നല്ല, കാർവാറിൽ. കാർവാർ ശിരൂരിൽ നിന്നും 1 മണിക്കൂർ വരെ ദൂരം വരും. അവിടെ കാർവാറിൽ നിന്നും പുറപ്പെട്ട് ഇത്തരത്തിൽ കുന്താപുരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുന്താപുരം, ഉടുപ്പി, പിന്നീട് മംഗളൂരിന് ശേഷം തലപ്പാടി. ഇവിടത്തേക്ക് എത്താൻ തന്നെ 6 മണിക്കൂർ വരും. പിന്നീട് തലപ്പാടി മുതൽ കോഴിക്കോട് വരെയുള്ള യാത്രയാണ്. അത് ഈ ജില്ലാ അതിർത്തി അഴിയൂരിൽ
ഇത്തരത്തിൽ AK ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങും. അവിടെയും സമയമെടുക്കും. എന്തായാലും ഈ പുലർച്ചെ അവിടെ എത്തേണ്ട, അല്ലെങ്കിൽ ഒരു 8 മണിയോടുകൂടി എത്തിയാൽ മതി എന്ന ഒരു നിർദ്ദേശം ഉള്ളത് കൊണ്ടാണ് ഈ വളരെ പതുക്കെ വരുന്നത്. ഒരുപാട് വാഹനങ്ങൾ ഇതിനോടൊപ്പം തന്നെ അർജുനോടൊപ്പം തന്നെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MLA-മാരുടെ ഒക്കെ വാഹനങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ജില്ലാ അതിർത്തിയിൽ തന്നെ ലോറി ഡ്രൈവേഴ്സ് അസോസിയേഷൻ അവർ വലിയ തോതിലുള്ള ഒരു യാത്രയപ്പ് അർജുന് ഒരുക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അവിടെ നിന്നും നിരവധി ലോറികൾ അകമ്പടിയായാണ് അവിടെ നിന്നും വീട്ടിലേക്ക് പോവുക. എന്തായാലും 8 മണിയോടെ വീട്ടിലെത്തുന്ന രീതിയിലാണ് ഇപ്പോൾ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് വളരെ പതുക്കെ 50 കിലോമീറ്റർ ആ വേഗതയിൽ നേരത്തെ നൽകിയ നിർദ്ദേശപ്രകാരം വരുന്നത്. കർണാടക സർക്കാരിന്റെ അകമ്പടിയുണ്ട്, കർണാടക പോലീസിന്റെ അകമ്പടിയുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ യാത്ര തുടരുന്നത്. എന്തായാലും വൈകാരികമായ ഒരു യാത്ര തന്നെ നമുക്ക് പറയാം. ഏതായാലും നല്ല ശക്തമായ മഴയാണ് ഇപ്പോൾ നമ്മൾ വരുന്ന ഈ ഭാഗത്തൊക്കെ. എന്നാലും ആ രീതിയിലുള്ള യാത്രയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിപ്പോൾ പതുക്കെ നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. കാരണം ആംബുലൻസ് ഏത് സമയത്തും വരും. എന്തായാലും ആ ഗംഗാവലി പുഴയിൽ നിന്നും അവിടെ എത്തിയപ്പോൾ അവിടെ ലോകേഷിന്റെയും ജഗന്നാഥിന്റെയും കുടുംബം ഉണ്ടായിരുന്നു. അവിടെ ജിതിൻ ഉൾപ്പെടെ നിർത്തിയിട്ട് ഇത്തരത്തിൽ അവരെയും കണ്ട് അവരോടും കൂടി യാത്ര പറഞ്ഞ് വൈകാരികമായ ഒരു യാത്ര തന്നെയാണ് ഇത് പറയേണ്ടി വരും. എന്തായാലും ജൂലൈ 16 മുതൽ ആരംഭിച്ച നമ്മളൊക്കെ 18-ാം തീയതി മുതലാണ് ശിരൂരിൽ എത്തുന്നത്. ഓരോ സമയങ്ങളിലും ഇത്തരത്തിൽ ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ വാർത്തകൾ നൽകി. 1-ാം ഘട്ടത്തിലും അത് ദൗത്യം നിർത്തുമ്പോൾ പിന്നീട് 2-ാം ഘട്ടത്തിലേക്ക് കടന്നു. പക്ഷെ 2-ാം ഘട്ടത്തിലും തെരച്ചിലിൽ അർജുനെ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നു. പിന്നീട് 3-ാം ഘട്ടം ഏറ്റവും അവസാനമായുള്ള ആ തെരച്ചിലിൽ ആ ഘട്ടം അവസാനിപ്പിക്കാനിരിക്കെയാണ് ഏറ്റവും ഒടുവിലായി വൈകിട്ട് 4 മണിയോടുകൂടി ആ സന്തോഷ വാർത്ത അർജുന്റെ ലോറി മുകളിലേക്ക് ഉയർന്ന ആ കാഴ്ചയും വളരെ പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അർജുൻ അതിനകത്ത് ഇരിക്കുന്ന ഒരു ചിത്രം വരുന്നതും നമ്മൾ കാണുന്നതും. എന്തായാലും അതൊക്കെ നമുക്ക് ഓർത്തെടുക്കുമ്പോൾ അത്രത്തോളം വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണുള്ളത്. നമുക്ക് ആംബുലൻസിന്റെ ദൃശ്യം തന്നെ കാണാം. ആംബുലൻസ് ആണ് ഇത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വാഹനം ഈ ആംബുലൻസിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു പശ്ചാത്തലത്തിൽ ഒരല്പം മുന്നിൽ എത്തുകയും അങ്ങനെ നിർത്തിയിട്ടുകൊണ്ട് നമ്മൾ ആ വാഹനത്തിന് വേണ്ടി കാത്തിരിക്കുകയുമായിരുന്നു. KB ബൈജു നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് 50 കിലോമീറ്റർ മാത്രം വേഗതയിൽ വളരെ സാവധാനമാണ് പോകുന്നത്. ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. ഇതുപോലൊരു മഴയത്താണ് അർജുനെ നമുക്ക് നഷ്ടമായത്. ഇതുപോലൊരു മഴയത്താണ് ഷിരൂരിൽ കൂറ്റൻമല ഇടിഞ്ഞു വീണത്. ആ മഴയത്താണ് അർജുൻ സഞ്ചരിച്ച വാഹനം ഗംഗാവലിയിലേക്ക് പോയത്. ഇപ്പോഴിതാ 73 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോഴും അവിടെ മഴ തന്നെയാണ്. അർജുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആണ് കടന്നു പോകുന്നത്. കർണാടക പോലീസ് അടക്കം വാഹനത്തെ അനുഗമിച്ചിരുന്നു. കാർവാർ MLA ഈ ദൗത്യത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച കാർവാർ MLA അനുഗമിക്കുന്നുണ്ട്. അദ്ദേഹവും അർജുൻ്റെ കുടുംബത്തെ കാണാനായി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം ബൈജു